15 വർഷമായി ജയിലിൽ കിടക്കുന്നു. തടവറയിലെ ജീവിതം അടുത്തു. നല്ല ഭക്ഷണമില്ല. ഒരു തവണ പോലും പരോൾ അനുവദിച്ചില്ല. ഇതോടെയാണ് ജയിൽ ചാടാൻ തീരുമാനിച്ചതെന്ന് ഗോവിന്ദചാമി പറയുന്നു. അതിനായി 8 മാസം നീണ്ട ആസൂത്രണം. ജയിൽ ചാട്ടം സുഗമമാക്കാൻ തടി കുറച്ചു, താടി നീട്ടി വളർത്തി രൂപമാറ്റം വരുത്തി. ഒടുവിൽ കനത്ത മഴയുള്ള ആ രാത്രി ജയിൽ ചാട്ടത്തിന് തിരഞ്ഞെടുത്തു. എന്നാൽ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങനെ ഗോവിന്ദചാമി പുറത്തു ചാടി എന്നതിൽ പല സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അയാൾക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകുമോ? ത്രിതല അന്വേഷണത്തിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമോ? ജയിലുകളിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊലയാളികളെയും പീഡനക്കേസ് പ്രതികളെയും കൊടും കുറ്റവാളികളെയും പാർപ്പിച്ചിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ. തടവ് പുള്ളികൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുന്ന ഇടം. കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഫോണും സുലഭം. പണം നൽകിയാൽ ഇതെത്തിച്ചു നൽകാൻ ആളുകളുമുണ്ട്. തടവ് ചാടിയ ഗോവിന്ദചാമിയാണ് ജയിലിനുള്ളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹതടവുകാരെ പോലീസ് ചോദ്യം ചെയ്യും. ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദചാമിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അതീവ സുരക്ഷാ ബ്ലോക്കുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ. ജയിൽ ചാട്ടത്തിന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന ഗോവിന്ദചാമിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു സഹതടവുകാരന് മാത്രമേ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂവെന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നുമാണ് മൊഴി. ജയിൽ ചാട്ടത്തിന് 4ഓളം സഹതടവുകാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിലെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹതടവുകാരെ ചോദ്യം ചെയ്യും. അതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവു പുള്ളികൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുമെന്ന് ഗോവിന്ദചാമി വെളിപ്പെടുത്തി. കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും സുലഭമാണ്. ഇതെത്തിച്ചു നൽകുന്നതിന് ആളുകളുമുണ്ട്. മൊബൈൽ ഉപയോഗിക്കാനും ജയിലിൽ സൗകര്യമുണ്ടെന്നും ഗോവിന്ദചാമി പോലീസിന് മൊഴി നൽകി. കണ്ണൂരിൽ തടവുകാർക്ക് യഥേഷ്ടം ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ മൊഴി. എല്ലാത്തിനും പണം നൽകണമെന്നും ഗോവിന്ദചാമി പോലീസിനോട് വെളിപ്പെടുത്തി. ജയിൽ ചാടാൻ ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചെന്ന സംശയവും ബലപ്പെടുകയാണ്. പുറത്തിറങ്ങി വലിയ കവർച്ചയും ഗോവിന്ദചാമി പദ്ധതിയിട്ടിരുന്നു. ഇത് സംബന്ധിച്ച് പാലക്കാടുള്ള ഷെൽവൻ എന്നയാളുമായി ജയിലിൽ നിന്നും മൊബൈൽ ഫോണിൽ സംസാരിച്ചു. ഇതിന്റെ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഗോവിന്ദചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം കൂടുതൽ വകുപ്പ് ചുമത്തി. നിലവിൽ ജയിൽ ചാട്ടം 6 മാസം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്. ജയിലിലെ അഴിമുറിച്ചതിന് ഗുരുതര വകുപ്പ് ചുമത്തിയതോടെ ശിക്ഷാ കാലയളവ് കൂടും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വാർഡന്മാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിലുണ്ടായ ഗുരുതരമായ ജാഗ്രതാക്കുറവ് ഗോവിന്ദചാമിക്ക് സഹായകമായി. കൊടും കുറ്റവാളികളുള്ള 10-ാം ബ്ലോക്കിൽ അതീവ സുരക്ഷയ്ക്കായി നിയമിച്ച വാർഡന്മാരെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിച്ച സൈനികരായ 14 പേരെയാണ് ഇവിടെ നിയമിക്കുന്നത്. ജില്ലാ സൈനിക് ബോർഡിൽ നിന്നാണ് ഇത്തരം ജീവനക്കാരുടെ നിയമനം. ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും 4 ജീവനക്കാരുമാണ് സ്ഥിരമായി ജോലിയിൽ വേണ്ടത്. എന്നാൽ ബ്ലോക്കിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട വാർഡന്മാരുടെ ജോലി ജയിലിലെ മറ്റിടങ്ങളിലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഗോവിന്ദചാമി ഇനി കഴിയുക ഇന്ത്യയിലെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിലൊന്നായ വിയ്യൂരിലാണ്. ഇവിടെ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കുക. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ പറ്റില്ല. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്കിറങ്ങാൻ സാധിക്കില്ല. ഫാനും കട്ടിലും CCTV നിരീക്ഷണവുമുണ്ട്. കൊടും കുറ്റവാളികളായ 125 പേരാണ് വിയ്യൂരിൽ ഇപ്പോഴുള്ളത്. തടവുകാരെ പാർപ്പിക്കാൻ 4 ബ്ലോക്കുകളിലായി 44 സെല്ലുകളുണ്ട്. ഗോവിന്ദചാമിയെ രാവിലെ 7:15 കണ്ണൂരിൽ നിന്ന് വിയ്യൂർ ജയിലിലേക്ക് എത്തിച്ചത്.
കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദച്ചാമിയുടെ ഇനിയുള്ള നാളുകൾ രാജ്യത്തെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നായ വിയ്യൂരിൽ. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്നയിടം. ശക്തമായ നിരീക്ഷണ സംവിധാനമുണ്ടിവിടെ. ജയിൽ ചാട്ടമടക്കമുള്ള വീഴ്ചയുണ്ടാകാതിരിക്കാൻ മുൻകരുതലും. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയ്യൂരിൽ 125 കൊടും കുറ്റവാളികൾ മാത്രമാണുള്ളത്. നാല് 4.2 മീറ്ററാണ് സെല്ലിന്റെ ഉയരം. ഫാനും കട്ടിലും CCTV നിരീക്ഷണവുമുണ്ട്. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം സെല്ലിലെത്തിക്കും. 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലാണ് ചുറ്റുമതിലുള്ളത്. മതിലിൽ നിന്നും 50 മീറ്റർ അകലെയാണ് ജയിൽ കെട്ടിടം. കോടതി നടപടികൾക്ക് പോലും പുറത്തിറങ്ങാതിരിക്കാൻ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിലൂടെ വിയ്യൂരിൽ വിചാരണ നടത്താം. ടെലിമെഡിസിൻ സംവിധാനവുമുണ്ട്. 250ഓളം CCTVകളാണ് ഇവിടെ നിരീക്ഷണത്തിനുള്ളത്. ന്യൂസ് 18 വിയ്യൂർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോവിന്ദച്ചാമിക്ക് ആരുടെയൊക്കെ സഹായം ലഭിച്ചു കാണും. അയാൾക്ക് ജയിൽ ജീവനക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകിയോ? ഇക്കാര്യങ്ങളെക്കുറിച്ച് ത്രിതല അന്വേഷണമാണ് നടക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ മുൻ ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരുൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായത് അത്യന്തം ഗൗരവമുള്ള സംഭവമാണെന്ന് വിലയിരുത്തിയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലെ തീരുമാനം. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനകളും നടക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ത്രിതല അന്വേഷണമാണ് നടക്കുക. പോലീസ് അന്വേഷണത്തിനും വകുപ്പുതല അന്വേഷണത്തിനും പുറമെയാണ് പ്രത്യേക സംഘം. 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും. ഒരിടത്ത് 5 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകൾക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റം ആലോചിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗമാണ് മുൻ ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. ജയിലുകളിലെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ശക്തിപ്പെടുത്താനും പുതിയ ഒരു സെൻട്രൽ ജയിൽ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. അതേസമയം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജയിലിലെത്തി മഹസർ തയ്യാറാക്കി. കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ജയിൽ വകുപ്പ് നടത്തുന്ന അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഉത്തരമേഖല ജയിൽ DIG V ജയകുമാർ നടത്തിയ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം. ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് ഒരു പെൺകുട്ടിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ കഴിയുമോ? ഒരാളെ കൊലപ്പെടുത്താൻ സാധിക്കുമോ? സൗമ്യ വധക്കേസിൽ പ്രതിയുടെ അപ്പീൽ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പോലും ഈ സംശയം ഉന്നയിച്ചതാണ്. എന്നാൽ 7 മീറ്റർ ഉയരമുള്ള ജയിലിലെ മതിൽ ചാടിയെങ്കിൽ ഈ ഒറ്റക്കയ്യന് എത്ര നീചമായ ക്രൂരകൃത്യവും ചെയ്യാൻ സാധിക്കും? 2 കൈകളുള്ള ആളുകൾ ചെയ്യുന്നതെന്തും ഗോവിന്ദച്ചാമിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ ശേഷിയുണ്ടെന്ന് ഫോറൻസിക് സർജനും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്കെതിരെ ഹിതേഷ് ശങ്കർ നൽകിയ പരിശോധനാ റിപ്പോർട്ടും മൊഴിയുമാണ് ശിക്ഷ ഉറപ്പാക്കിയത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വലിഞ്ഞു കയറുക, അയാൾക്ക് നിഷ്പ്രയാസം അതൊരു കയറിൻ്റെ മുകളിൽ കൂടെ കെട്ടിത്തൂങ്ങി
രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ഒറ്റ കൈയോട് ചെയ്യാൻ ഗോവിന്ദചാമിക്ക് സാധിക്കുന്നു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്തത് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ മൊഴിയും റിപ്പോർട്ടുമായിരുന്നു. ഇത്തരമൊരു കൃത്യം ചെയ്യാൻ ഗോവിന്ദചാമിക്കാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. ഇന്നിപ്പോൾ ഡോക്ടർ ഹിതേഷ് ശങ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോവിന്ദചാമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ, അതിനുള്ള ശാരീരികക്ഷമത അതുണ്ടാവുമോ, ഒരു കുട്ടിയെ, ഒരു അഡൽട്ടായ ഒരു വുമനെ ട്രെയിനിൽ തള്ളിയിട്ട് അവിടുന്ന് എടുത്തു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി ബലാത്സംഗം ചെയ്യാനും ഒരു കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലാനുള്ള ഒരു ശാരീരിക ക്ഷമത ഉണ്ടോ എന്നുള്ളിടത്തോളായിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലൂടെ തന്നെ അയാളുടെ മസിലിന് അതേ പ്രായത്തിലുള്ള അതേ സ്ട്രക്ചറിലുള്ള ഒരാൾക്കുള്ള എല്ലാ പവർ അതിൽ കൂടുതൽ പവർ അയാൾക്കുണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയമായി തന്നെ അവൻ്റെ മസിലിൻ്റെ പവർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വലിഞ്ഞു കയറുക, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങിച്ചാടുക, ഇതൊക്കെ അയാളുടെ ഒരു സ്ഥിരം പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉതകുന്ന രീതിയിലുള്ള മസിൽ ഡെവലപ്മെൻ്റ് അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. വലിഞ്ഞു കയറുമ്പോൾ നമുക്കറിയാലോ, തെങ്ങ് കയറുന്ന ഒരാളുടെ ബാക്കിൽ കാണുന്ന 2 വിങ്സ് പോലെയുള്ള 2 മസിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരം മസിലുകൾ ഇദ്ദേഹത്തിന് വളരെയധികം ഡെവലപ്ഡ് ആയിരുന്നു. സോ അതുകൊണ്ട് ഒരു വലിഞ്ഞു കയറാൻ, ഒരു കയറ പിടിച്ച് വലിഞ്ഞു കയറാനും അതുപോലെ ട്രെയിനിലേക്ക് ചാടി കയറാനും ട്രെയിനിലെ പിടിച്ചിട്ട് ചാടി കയറാനും ഒക്കെ ഗോവിന്ദചാമിക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അതിനുള്ള ശാരീരിക ക്ഷമതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ മൂപ്പര് ഫുഡ് കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഉതകുന്ന രീതിയിൽ, അതായത് ഒരു അത്ലറ്റിൻ്റെയൊക്കെ പോലെ ഉള്ള ശരീരമായി അയാളെ തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു പ്രക്രിയ, ഒരു ക്രിയ ചെയ്യാൻ അയാൾ ഉറച്ചുകൊണ്ട് തന്നെ അതിനുള്ള ട്രെയിനിങ് അയാൾ സ്വയം നടത്തിയതിൻ്റെ ഒരു ഫലം കൂടിയാണ് എന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. അയാൾക്ക് നിഷ്പ്രയാസം അതൊരു കയറിൻ്റെ മുകളിൽ കൂടെ കെട്ടിത്തൂങ്ങി മുകളിലേക്ക് കയറാനുള്ള ആ ഒടിഞ്ഞ കൈ വെറും ഒരു സപ്പോർട്ട് മാത്രം മതിയാവും. അതായത് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അയാളുടെ ഫിസിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ട് കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ഒറ്റ കൈയോട് ചെയ്യാൻ ഗോവിന്ദചാമിക്ക് സാധിക്കുന്നു. പഴയ രീതിയിലോട്ട് ശരീരത്തെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടാണ് ഈ പ്രക്രിയ ചെയ്തത്. മാസങ്ങൾ ചിലപ്പോൾ കൊല്ലങ്ങളോളം അയാൾ ഇതിനു വേണ്ടി പരിശ്രമിച്ച് കാണണം. ഗോവിന്ദചാമിയുടെ ഒരു ചരിത്രം കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പഠിച്ചൊരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഹിതേഷ് ശങ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറ്റാര് പറയുന്നതിനേക്കാൾ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി ഈ ജയിലിൽ ചാടിയ സംഭവത്തിൽ മറ്റാരെയും സംശയിക്കേണ്ടതില്ല. അയാൾക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കൂടിയാണ് മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മഞ്ചേരിയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. ആയിരത്തി 1998-നും 2014-നും ഇടയിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന കൊലപാതക പരമ്പര. പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്നു കുഴിച്ചു മൂടി എന്ന വെളിപ്പെടുത്തൽ ആദ്യം ഒരു കെട്ടുകഥ പോലെ തോന്നിയെങ്കിലും മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴികൾ അതീവ ഗൗരവമുള്ളതാണ്. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടിയ ആ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം എത്തിയതോടെ കൊലയാളികൾ ഭീതിയിലാണിപ്പോൾ. മുൻ ശുചീകരണ തൊഴിലാളി എന്തൊക്കെയാകും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്? കൊലയാളികളെക്കുറിച്ചും ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ചും തുറന്നു പറഞ്ഞിട്ടുണ്ടാകുമോ? പോലീസിന്റെ ഇനിയുള്ള നീക്കം നിർണായകമാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ഉടൻ പരിശോധന ഉണ്ടാകും. ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ ക്ഷേത്ര പരിസരത്ത് എവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി മൊഴി നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇയാൾ മൊഴി നൽകിയത്. ക്ഷേത്ര പരിസരത്തെ 3 കിലോമീറ്റർ ചുറ്റളവിലെ വനമേഖലയിലും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി 8 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ ഇയാൾ വെളിപ്പെടുത്തി.
മംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ചായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. ആയിരത്തി 1998-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്നാണ് ശുചീകരണ തൊഴിലാളി നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇയാൾ പിന്നീട് കോടതിയിലും രഹസ്യമൊഴി നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലും ഇയാൾ മൊഴി ആവർത്തിച്ചു. അന്വേഷണ സംഘത്തിന്റെ ഹെൽപ്പ് ഡെസ്ക് ഓഫീസ് ബെൽത്തങ്ങാടിയിൽ ഉടൻ തുറക്കും. 2003-ൽ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാന കേസും പ്രത്യേക സംഘം അന്വേഷിക്കും. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 മംഗളൂരു. യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും കൗമാരക്കാർക്കിടയിൽ താരപരിവേഷമാണ്. ഇൻസ്റ്റഗ്രാമിൽ വഷളത്തരം പറയുന്നവർക്കാണ് കൂടുതൽ ആരാധകരുള്ളത്. ഷാലു കിങ് എന്ന മുഹമ്മദ് സാലി ഇൻസ്റ്റഗ്രാമിൽ 5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസറാണ്. എന്നാൽ ഒട്ടും അനുകരിക്കാൻ കൊള്ളാത്ത സ്വഭാവമാണ് ഇയാൾക്ക്. ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും വഴി പെൺകുട്ടികളുമായി സൗഹൃദത്തിലാകും. ഏതാനും നാളുകൾക്ക് മുൻപ് ഇങ്ങനെ പരിചയപ്പെട്ട ഒരു 14-കാരിയെ മുഹമ്മദ് സാലി ലൈംഗികമായി പീഡിപ്പിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ കോഴിക്കോട് കൊയിലാണ്ടി പോലീസ് 35-കാരനെ അറസ്റ്റ് ചെയ്തു. 3 കുട്ടികളുടെ അച്ഛനായ പ്രതി കൂടുതൽ പേരെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാസർഗോഡ് കൊടിയമ്മ സ്വദേശിയാണ് 35-കാരനായ മുഹമ്മദ് സാലി. വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്നാണ് കൊയിലാണ്ടി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു. പിന്നാലെ കൊയിലാണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ ഇയാൾ മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ചാണ് പോലീസിനെ വിവരമറിയിച്ചത്. മുഹമ്മദ് സാലി വിവാഹം കഴിച്ചിരുന്നു. ഈ ബന്ധത്തിൽ 3 മക്കളുണ്ട്. ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് 14-കാരിയെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയായിരുന്നു പരിചയം. പിന്നീട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ആരാധികയായിരുന്നു. ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയതായാണ് സൂചന. ഷാലു കിങ് മീഡിയ, ഷാലു കിങ് വ്ലോഗ്, ഷാലു കിങ് ഫാമിലി തുടങ്ങിയ പേരിൽ കഴിഞ്ഞ 7 വർഷത്തോളമായി ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. കൊയിലാണ്ടി SHO ശ്രീലാൽ ചന്ദ്രശേഖർ, SI RC ബിജു, സന്തോഷ് ലാൽ, KP ഗിരീഷ്, ASI ബിജു വാണിയംകുളം, ശ്രീലത തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊയിലാണ്ടി. ഭർതൃപീഡനത്തിൽ മനം നൊന്ത് യുവതികൾ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആത്മാഭിമാനത്തോടെ ജീവിക്കാനും മറ്റു മാർഗങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് യുവതികൾ ജീവനൊടുക്കുന്നത്? കോഴിക്കോട് മാറാട് സ്വദേശിനിയായ യുവതി ഭർത്താവിൻ്റെ ക്രൂരതകൾ സഹിച്ചു മടുത്ത് ആത്മഹത്യ ചെയ്തതാണ്. മാറാട് ഗോതീശ്വരത്ത് താമസിക്കുന്ന ഷിംനയെ ഭർത്താവിൻ്റെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ഗോദീശ്വരം സ്വദേശി 31 വയസ്സുള്ള ഷിംനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് യുവതിയെ ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുടുംബ വഴക്കിനെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭർത്താവ് പ്രശാന്ത് മദ്യപാനിയായിരുന്നെന്നും ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. മദ്യപിച്ചെത്തുന്ന ഭർത്താവ് ഷിംനയെ മർദ്ദിക്കുമായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഷിംനയുടെ ശരീരത്തിൽ പാടുകളുണ്ടെന്നും പ്രശാന്തിനെതിരെ പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് മൃതദേഹം സംസ്കരിച്ചു. കോഴിക്കോട്. വീട്ടിലെ ചില സാഹചര്യങ്ങളാൽ മിക്ക കുട്ടികൾക്കും ഒറ്റപ്പെടലുണ്ടായേക്കാം. ഇങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. വിദ്യാർത്ഥികളുടെ മനസ്സിലെ വിഷമങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെട്ടില്ലെങ്കിൽ അവർ കൈവിട്ടു പോകും. കൊല്ലം കൊട്ടാരക്കരയിൽ 16-കാരി ജീവനൊടുക്കിയതും കല്ലടയാറ്റിൽ ചാടി 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തതും ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. കൊട്ടാരക്കര സ്വദേശിനി അഭിനന്ദനെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉമ്മച്ചിയെയും ബാപ്പച്ചിയെയും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് മണ്ണടി സ്വദേശി മുഹമ്മദ് ആസിഫ് ജീവനൊടുക്കിയത്. കൊട്ടാരക്കര പ്രശാന്തി നഗറിൽ വൈകുണ്ഠം വീട്ടിൽ അഭിനന്ദനെ കഴിഞ്ഞ ദിവസം രാത്രി വീടിനുള്ളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസുഖബാധിതയായിരുന്ന അമ്മ 1 വർഷം മുൻപ് മരിച്ചത് കുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നു. അച്ഛൻ ദിലീപ് നൈജീരിയയിലാണ് ജോലി ചെയ്യുന്നത്. സഹോദരി അഭിരാമി പഠനവുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്താണ്. അഭിനന്ദന തലവൂർ ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായിരുന്നു. വീടിന് സമീപമുള്ള അമ്മയുടെ സഹോദരിയാണ് രാത്രിയിൽ കൂട്ടിന് കിടക്കുന്നത്. ഇവർ രാത്രി 9:30 എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കഴിഞ്ഞ ദിവസം ഏനാത്ത് പാലത്തിൽ നിന്ന് കല്ലടയാറ്റിൽ ചാടിയ 9ാം ക്ലാസ്സുകാരന്റെ മൃതദേഹവും കണ്ടെത്തി. മണ്ണടി സ്വദേശി മുഹമ്മദ് ആസിഫാണ് മരിച്ചത്. കൊട്ടാരക്കര പുത്തൂരിലാണ് മൃതദേഹം കരക്കടിഞ്ഞത്. ഉമ്മച്ചിയെയും വാപ്പച്ചിയെയും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച ശേഷമായിരുന്നു ആസിഫ് ആറ്റിൽ ചാടിയത്. ആത്മഹത്യയുടെ കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏനാത്ത് പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. പാലം ആത്മഹത്യാ മുനമ്പായി മാറുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 കൊട്ടാരക്കര. കോവിഡ് കാലത്ത് പത്തനംതിട്ടയിൽ ആംബുലൻസിൽ വെച്ച് യുവതി ബലാത്സംഗത്തിനിരയായ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. സമാനമായൊരു സംഭവം ബീഹാറിലുണ്ടായി. ബീഹാറിലെ ഗയ ജില്ലയിൽ യുവതിയെ ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസിൽ വെച്ചാണ് കൂട്ട ബലാത്സംഗം ചെയ്തത്. ഹോം ഗാർഡ് റിക്രൂട്ട്മെന്റിനെത്തിയ 26-കാരി ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കിടെ തളർന്നു വീണിരുന്നു. പിന്നാലെ ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ ഗയ ജില്ലയിൽ വ്യാഴാഴ്ചയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം. ഹോംഗാർഡ് റിക്രൂട്ട്മെന്റിനെത്തിയ 26-കാരിയാണ് അതിക്രമത്തിനിരയായത്. ബോധ്ഗയയിലെ ബീഹാർ മിലിറ്ററി പോലീസ് ഗ്രൗണ്ടിലായിരുന്നു ശാരീരിക ക്ഷമതാ പരിശോധന. ഇതിനിടെ യുവതി തളർന്ന് ബോധരഹിതയായി വീണു. ഇതോടെ അധികൃതർ സ്ഥലത്തുണ്ടായിരുന്ന ആംബുലൻസിൽ യുവതിയെ ആശുപത്രിയിലേക്ക് അയച്ചു. യാത്രക്കിടെ ആംബുലൻസിൽ വെച്ച് തന്നെ ചിലർ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറായ വിനയ്കുമാർ, ടെക്നീഷ്യൻ അജിത് കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. താൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നുവെന്നും 3-4 പേർ ഉപദ്രവിച്ചെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്.
ബോധ്ഗയ പോലീസാണ് ആദ്യം കേസെടുത്തത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറിയിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലഹരി മാഫിയയും മദ്യപ സംഘങ്ങളും നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. പോലീസിനെ പോലും ഇവർക്ക് പേടിയില്ലാത്ത അവസ്ഥ. മലപ്പുറം താനൂരിൽ 2 അംഗ സംഘം മദ്യപിച്ച് ലക്കുകെട്ട് പോലീസുകാരെ ആക്രമിച്ചു. പോലീസിനെ അശ്ലീലം പറയുകയും ഭീഷണിപ്പെടുത്തുകയും പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും ചെയ്ത കേസിൽ 2 പേർ പിടിയിലായി. വട്ടത്താണി സ്വദേശികളായ നന്മിഷ്, അൻഷാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഹെൽമറ്റും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു പോലീസിന് നേരെയുള്ള ആക്രമണം. വെള്ളിയാഴ്ച രാത്രി ഒട്ടുപുറത്താണ് സംഭവം. വട്ടത്താണി സ്വദേശികളായ നന്മീഷ്, അൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. റോഡരികിൽ മദ്യപിച്ച് നിൽക്കുകയായിരുന്ന യുവാക്കളോട് ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പോലീസിനെ അശ്ലീലം പറയുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ശ്രമം നടത്തി. ഇതിനിടെയാണ് SI ഉൾപ്പെടെയുള്ള 2 പോലീസുകാരെ മർദ്ദിക്കുകയും പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും ചെയ്തത്. പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന ഹെൽമറ്റും മറ്റ് വസ്തുക്കളും പ്രതികൾ തകർത്തുവെന്നും താനൂർ പോലീസ് പറഞ്ഞു. സ്റ്റേഷനിലെത്തിച്ചാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികളെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും പോലീസിനെ ആക്രമിച്ചതുമടക്കം പ്രതികൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. മഴ വീണ്ടും കനത്തതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഷണവും വർദ്ധിച്ചിട്ടുണ്ട്. കൊല്ലം നിലമേൽ കുരിയോട് ടൗൺ ജുമാ മസ്ജിദിലെ കാണിക്ക വഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടത്തി. പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിലും മോഷണശ്രമമുണ്ടായി. 2ഇടത്തും പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കള്ളന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നിലമേൽ കുരിയോട് ടൗൺ ജുമാ മസ്ജിദിൽ മോഷണം നടന്നത്. പള്ളിവളപ്പിൽ കടന്ന മോഷ്ടാവ് കാണിക്ക വഞ്ചി കുത്തി തുറന്ന പണം കവരുകയായിരുന്നു. രാത്രി 1 മണിയോടുകൂടിയാണ് മോഷണമെന്നാണ് സംശയം. കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചെത്തിയ മോഷ്ടാവ് വഞ്ചി കുത്തിപ്പൊളിക്കുന്നതും പണം വാരി സഞ്ചിയിൽ നിറയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പുലർച്ചെ പള്ളിയിലെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. ചടയമംഗലം പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. മോഷ്ടാവിനെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടികൂടാനാകുമെന്നും പോലീസ് അറിയിച്ചു. പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽസിലാണ് മോഷണശ്രമം നടന്നത്. രാവിലെ പത്രമിടാനെത്തിയ ആളാണ് ഷട്ടറിന്റെ പൂട്ട് കുത്തി തുറന്ന നിലയിൽ കണ്ടത്. CCTV കേബിൾ മുറിച്ചിട്ട നിലയിലുമായിരുന്നു. സെക്രട്ടറി വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്ന് രാവിലെ മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിൽ ഇന്നലെ രാത്രി ഒരു കവചാശ്രമം നടന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ പത്രം ഇടാൻ വന്ന ആളാണ് ഈ വിവരം അറിയിച്ചത്. അത് കണക്ക് ഞങ്ങൾ വന്ന് പോലീസുകാരും വന്ന് നോക്കി. മുൻവശത്തെ ഷട്ടർ പൊളിച്ച് ഗ്ലാസ് പൊളിച്ചിട്ടാണ് അതിനകത്ത് കയറിയിരുന്നത്. പക്ഷേ പ്രഥമദൃഷ്ട്യാ പ്രത്യേകിച്ച് പൈസയോ മറ്റു കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ മോണിറ്റർ റെക്കോർഡ് ചെയ്യുന്ന മോണിറ്റർ മാത്രമാണ് നഷ്ടപ്പെട്ടതായിട്ട് ഇതായിപ്പെട്ടിട്ടുള്ളത്. എന്നാലും പോലീസ് വന്നിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആണ് സംഭവം നടന്നിട്ടുള്ളത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം, പാലക്കാട്.
ഒഡീഷയിൽ നിന്ന് കാറിൽ റോഡ് മാർഗം കഞ്ചാവ് എത്തിക്കും. പിന്നീട് ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന. കോതമംഗലം എരമല്ലൂർ സ്വദേശി അബ്ബാസ് ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന ലഹരി ഇടപാടുകാരനാണ്. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ അബ്ബാസിൽ നിന്ന് 6 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അടിമാലി 10-ാം മൈൽ ഭാഗത്ത് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 6.5 കിലോയോളം കഞ്ചാവുമായി കോതമംഗലം എരമല്ലൂർ സ്വദേശി അബ്ബാസ് പിടിയിലായത്. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. ഒഡീഷയിൽ പോയി നേരിട്ട് കഞ്ചാവ് വാങ്ങി അടിമാലി മേഖലയിൽ വിൽപ്പനയ്ക്കായി വാഹനത്തിൽ വരുന്ന വഴിയാണ് ഇയാൾ പിടിയിലായതെന്ന് അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപൻ കെ, വിജു മാത്യു, പ്രിവന്റീവ് ഓഫീസർ നെൽസൺ മാത്യു എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി ഉത്തരവിറക്കി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മിഥുൻ കേരളത്തിന്റെ മകനാണെന്നും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ക്ലാസ് റൂമിന് സമീപത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു മിഥുൻ എന്ന 13-കാരന് ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത്. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ മാനേജറും CPM മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ G തുളസീധരൻ പിള്ള നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റിന്റെ 11-അംഗ ജനകീയ സമിതിയിൽ എല്ലാവരും CPM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ്. ഈ സമിതിയെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. KER ചാപ്റ്റർ 3(9) പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് 7 പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. അതേസമയം സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാനേജർ R തുളസീധരൻ പിള്ള വ്യക്തമാക്കി. ഞാൻ ആ നടപടിയെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. ഞാനും മാനേജ്മെന്റ് കമ്മിറ്റിയും. പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനം ഉചിതമാണ് എന്ന നിലയ്ക്കാണ്. ഞാൻ സർക്കാരിനെ വെല്ലുവിളിക്കാനൊന്നും ഞങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക മക്കളെക്കുറിച്ചായിരിക്കും അല്ലേ? അവരെ എങ്ങനെ വളർത്തണമെന്ന ചിന്ത, കുട്ടികൾ വഴിതെറ്റിപ്പോകുമോ എന്ന ഭയം, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലത. ഇക്കാലത്ത് ഗുഡ് പാരന്റിങ്ങിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകൾ കണ്ട് പലരും പല പരീക്ഷണങ്ങളും നടത്തും. കുട്ടികളെ വഴക്കു പറയരുത്, അവരുടെ മനസ്സിന് മുറിവേൽക്കരുത്, അച്ഛനമ്മമാർ കൂട്ടുകാരെ പോലെ ഇടപെടണം, ഇങ്ങനെയൊക്കെ പല ഉപദേശങ്ങളും കേൾക്കാം. കാര്യമൊക്കെ നല്ലതാണ്. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ മക്കളുമായി കൂടുതൽ സമയം പങ്കിടാറുണ്ട്? അവരെ കേൾക്കാറുണ്ട്? കുഞ്ഞുങ്ങളെ ഉള്ളു തുറന്ന് സ്നേഹിക്കാറുണ്ട്? കുട്ടികൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതും വല്ലാതെ ലാളിച്ചു വളർത്തുന്നതുമല്ല സ്നേഹം കേട്ടോ. മക്കളെ കേൾക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തിയാൽ, അവരെ മനസ്സിലാക്കാൻ മനസ്സു കാണിച്ചാൽ, അവർ പുറത്ത് ആരുടെയും സ്നേഹം തേടി പോകില്ല, മോശപ്പെട്ട കൂട്ടുകെട്ടും തീരില്ല. ഇത് തിരിച്ചറിഞ്ഞാൽ മതി. ഇതോടെ പോലീസ് കൺട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.